നിറയെ സ്റ്റാറുകളാണ്. ഞാൻ ഇപ്പൊ മുഴുവൻ സ്റ്റാറുകളാണ്. എങ്ങനെ വരുന്നത് കുലങ്കശായിട്ട് ചിന്തിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. എങ്ങനെയാ? കമ്പി കത്തി 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 ഓരോ സ്റ്റാറുകളും പുറത്തു വരുന്നു. അങ്ങനെയാണ് ഉണ്ടായത്. പണ്ടൊക്കെ നമ്മൾ ഈ ഭൂമി ഉണ്ടായത് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോഴത്തേന് ഇതേപോലത്തെ കുറെ ഉത്തരങ്ങൾ കേട്ടിട്ടുണ്ട്. ഭൂമി ഉണ്ടായത് നിന്ന് ഒരു ബിഗ് ബാങ്ങിൽ നിന്നൊക്കെ ഒരു തിയറി കേട്ടിട്ടുണ്ട്. അതേപോലെ രേണുവിന്റെ പുതിയൊരു സിദ്ധാന്തമാണ് പടക്കത്തിൽ നിന്നും കത്തി വരുന്ന തീപ്പൊരിയിലെ സ്റ്റാറുകളുടെ ഉത്ഭവത്തെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ് രേണു ഇപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഇന്ന് വിഷുവാണ്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു. ഞാൻ ഈ വിഷുവായിട്ട് വരാൻ ഒരു ലേശം വൈകിട്ടുണ്ട്. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ടാണ് നമുക്ക് ലേറ്റ് ആയത്. അതുകൊണ്ടാണ് ആദ്യത്തെ വീഡിയോ നമുക്ക് ഫൺ സാധനം പിടിച്ചു പോകാം. രണ്ടാമത്തെ വീഡിയോ ഇന്ന് തന്നെ ഞാൻ രണ്ടാമത്തെ വീഡിയോ ഇടും. അതിനകത്ത് നമുക്ക് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഓക്കെ, നമുക്ക് രേണുവിന്റെ കുറച്ചധികം കണ്ടന്റുകൾ വീണ്ടും പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോ നമ്മുടെ RJ ലച്ചു ഉണ്ടല്ലോ, ഏതാ കള്ളുപ്പൂയും കഞ്ചാവ് കേസും അല്ലെ, കള്ളിപ്പെണ്ണും കഞ്ചാവും അല്ലെ, കള്ളിപ്പെണ്ണും കള്ളുപ്പിയും അങ്ങനെ കണ്ട ഒരു ആൽബത്തിൽ ഇവര് അഭിനയിച്ച ആൽബം ഉണ്ടല്ലോ, കൊല്ലസുധിയുടെ ഭാര്യയായിട്ടുള്ള രേണുസുധിയും ദാസപ്പൻ കോഴിക്കോടും അതുപോലെ തന്നെ ഈ സകല ഉള്ള ഒരു ആൽബം ഇപ്പൊ അഭിനയിച്ചു വന്നായിരുന്നല്ലോ. അതിനകത്തെ സംവിധായികയായിരുന്ന RJ ലച്ചു ആണ് ഇപ്പൊ രേണുവിന്റെ ക്യാമറ വുമണായിട്ട് ജോലി ഏറ്റെടുത്തിരിക്കുന്നത്. പുള്ളിക്കാരി പുറകെ നടന്ന് രേണുവിനെ ഷൂട്ട് ചെയ്ത് പച്ചയ്ക്ക് വെളുപ്പിക്കുന്ന പരിപാടിയായിട്ട് മറ്റ് വെള്ളപൂശൽ ടീമുകളുടെ കൂടെ RJ ലച്ചും കൂടെ പങ്കെടുത്തിട്ടുണ്ട്. ലച്ചു വെളുപ്പിക്കുന്നതിന് മുമ്പേ ആദ്യം കരിവാരി എറിയും, പിന്നെ വെളുപ്പിക്കുന്നത്. അപ്പൊ ആദ്യം കരിവാരി എറിയുന്നത് നമുക്ക് കണ്ടിട്ട് വെളുപ്പിക്കലിലേക്ക് പോവാം. അതിനൊക്കെ മുമ്പേ നമ്മളെ ഈ വീഡിയോ കാണുന്നതിൽ 95% ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ ടോപ്പിക് ഇഷ്ടപ്പെടുന്നുള്ളവർ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഈ വീഡിയോക്ക് ഒന്ന് ഹൈപ്പും ലൈക്കും എന്തെങ്കിലും ഒരു കമന്റും ഒക്കെ തന്നേക്കുക. കമന്റ് ചെയ്താൽ മാത്രമേ എനിക്ക് മുന്നോട്ട് വീഡിയോസ് കാണുമ്പോഴത്തേനും ഇത് നമ്മുടെ ആളാണെന്നുള്ളത് എനിക്ക് മനസ്സിലാകത്തുള്ളൂ. അതിന് എക്സാമ്പിൾ, നമ്മൾ കുറെ നാൾ മുമ്പ് വീഡിയോ ചെയ്ത് തുടങ്ങിയപ്പോഴത്തേനും ഇതേ സാധനം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മുടെ കൂടെ കൂടിയ കുറെ ആളുകളുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് ഇതുവരെയായിട്ട് മുടങ്ങാതെ കമന്റ് ഇട്ടുകൊണ്ടിരിക്കുന്ന ഷീജ ചേച്ചിയെ പോലത്തെ കുറെ ആളുകളുണ്ട്. സോ അതേപോലെ നിങ്ങളുടെ പേര് എന്റെ ഓർമ്മയിൽ നിൽക്കണമെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന, നമ്മുടെ ആശയങ്ങളോട് ഇഷ്ടപ്പെടുന്ന ആളുകൾ നമുക്കൊന്ന് കമന്റ് ഇടുക. എന്നാലും നിങ്ങൾ ഇത് കാണുന്നുണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കുള്ളൂ കേട്ടോ. ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് നെഗറ്റീവ് കമന്റ് ഇടുവോ, നിങ്ങൾക്ക് കാണാതിരിക്കുകയൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനൊന്നും ഞാൻ നിങ്ങളുടെ ഒരു സ്വാതന്ത്ര്യത്തിൽ ഒന്നും കൈകടത്താൻ ഞാനാണല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം RJ ലച്ചു രേണുവിനെ കരിവാരി ഇരുന്ന് കാണാം, എന്നിട്ട് നമുക്ക് വെള്ളപൂശലിലേക്ക് പോവാം. കടിച്ച് കടിച്ച് തിന്നുന്ന രേണുസുധി. അതെന്താ അങ്ങനെ ഒരു ആഗ്രഹം? മസാല ദോശ തിന്നാൻ ആഗ്രഹമുണ്ടോ? കിട്ടാത്തോണ്ട് പച്ചമാങ്ങ. ശരിക്കും ശരിക്കും എന്താണ് ഒരു മുനവെച്ചൊരു സംസാരം? ഇതിവര് വളരെ അടുത്ത സുഹൃത്തുക്കളാണ്, മിത്രങ്ങളാണ്. മിത്രങ്ങൾക്കിടയിൽ സംസാരിക്കുന്ന ഏതെങ്കിലും രംഗങ്ങൾ ചിത്രീകരിച്ച് പുറത്തുവിട്ടതാണോ? ഇവരെല്ലാം മറ്റേ ആൽബത്തിന്റെ പ്രൊമോഷന് തന്നെ ദാസൻ കോഴിക്കോടും രേണുവും തമ്മിലുള്ള എക്സ്ക്ലൂസീവ് രംഗങ്ങൾ പുറത്തുനിന്നൊക്കെ പറഞ്ഞ് പുറത്തുവിട്ട ടീമുകളാണ്. ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് അറിയാലോ ഏത് സമയത്താണ് ഈ പച്ചമാങ്ങ കഴിക്കാൻ തോന്നുന്നത്, ഏത് സമയത്താണ് ഈ മസാല ദോശ കഴിക്കാൻ തോന്നുന്നത് എന്നൊക്കെ സ്ത്രീകള് പറയുന്നതായിട്ട് നമ്മളിലേക്കൊക്കെ എത്തുന്ന സാധനങ്ങൾ എന്നുള്ളത്. സോ അങ്ങനൊരു ആശയം നമുക്ക് മുമ്പിലേക്ക് വെച്ചിരിക്കുകയാണ് ശ്രീ RJ ലച്ചു. എനിക്ക് ഈ RJ ലച്ചുവിനോട് ചോദിക്കാനുള്ള സാധനം, നിങ്ങൾ ഷൂട്ട് ചെയ്തു, നിങ്ങൾ സുഹൃത്തുക്കൾക്കിടയിൽ സംസാരിച്ച ഒരു സാധനം മാത്രമാണിത്. സുഹൃത്തുക്കളുടെ ഇടയിൽ ഇങ്ങനെ ഒരുപാട് തമാശകൾ, നല്ലതും ചീത്തയായിട്ടുള്ള ദ്വയാർത്ഥം നിറഞ്ഞതായിട്ടുള്ള മറ്റുള്ളവരെ കുറ്റം പറയുന്നതായിട്ടുള്ള ഒരുപാട് തമാശകൾ വരും. ഈ തമാശകൾ ഷൂട്ട് ചെയ്ത് പുറത്തേക്ക് വിടുമ്പോൾ അതിന്റെ ഒരു സാധനം എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഇതിൽ നിന്ന് ഒരു സാധനം എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇത് ഫണ്ണായിട്ട് ഒരു റിലവൻസി ഇല്ലാത്തൊരു സാധനമാണെങ്കിൽ ഇത് എന്തിനു പുറത്തോട്ട് കിട്ടും? നീ ശരിക്കും നീയെങ്ങാനും അങ്ങനെ വരാൻ വഴിയില്ലായിരിക്കുമല്ലോ അല്ലേ? എനിക്കറിയാൻ പാടില്ല. എന്തൊക്കെയായാലും നമുക്കിനി സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് പോവാം. RJ ലച്ചു പുറകെ നടന്ന് രേണുവിനെ വെളുപ്പിക്കണം. ഇപ്പൊ രേണുവിനെ വെളുപ്പിക്കുന്ന ടാസ്ക് ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തിരിക്കുന്ന RJ ലച്ചു ആണ്. ഇപ്പൊ രേണുവിനെ കുറിച്ചിട്ട് ഒരു ആൽബം അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരുപാട് ടാസ്കുകളുണ്ട്. ഒന്നാമത്തത്, നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു ആൽബം ഷൂട്ട് ചെയ്യണം. രണ്ടാമത്തത്, രേണു കൊണ്ടിരുന്ന കുറെ ശിങ്കിടികളായിട്ടുള്ള ഓൺലൈൻ മീഡിയകളുണ്ട്, അവരെ നിങ്ങൾ തീറ്റിപ്പോരണം. മൂന്നാമതായിട്ട്, ഈ ഓൺലൈൻ മീഡിയകൾ വരുമ്പോൾ രേണു എന്തെങ്കിലുമൊക്കെ അപരാധങ്ങൾ വിളിച്ചു പറഞ്ഞ് ഏറിപ്പോവും. അപ്പൊ ആ ഏറിപ്പോക്കലിനെ വെളുപ്പിക്കാനായിട്ട് നിങ്ങൾ ഇറങ്ങിത്തിരിക്കേണ്ടതായിട്ട് വരും. നാലാമതായിട്ട്, രേണുവിന്റെ ക്യാമറ വുമണായിട്ടോ ക്യാമറാമാനായിട്ടോ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഈ വിഷയം വന്നപ്പോൾ മുതൽ RJ ലച്ചു രേണുവിനെ വെളുപ്പിക്കുന്ന പല വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്റെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഓർമ്മ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പുതിയ വീഡിയോയിൽ പുതിയ തരം വെളുപ്പീരുകളാണ്, നമുക്ക് കേട്ട് നോക്കാം. പിതൃത്വം തെളിയിക്കണമെന്ന് ഒരു വീഡിയോ കണ്ടായിരുന്നു. അതിന്റെ സത്യാവസ്ഥ എന്ത്? അതായത്
അതിന്റെ സത്യാവസ്ഥ എന്തോന്ന് ഇവരോട് ചോദിച്ചാൽ ഇവർക്ക് എങ്ങനെ അറിയും? ഷെഫീന ബീവിയാണ് അത് പറഞ്ഞത്. അതിന്റെ സത്യാവസ്ഥ എന്തെന്ന് അവരോട് വേണം പോയി ചോദിക്കാൻ. ഈ ഋതപ്പന്റെ പിതൃത്വം തെളിയിക്കണം, അതിനെക്കുറിച്ച് എന്താണ് എന്ന് പറയുന്നത്. എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല കേട്ടാ. അത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള, വളരെ ഹൈലി പേഴ്സണൽ ആയിട്ടുള്ള കാര്യം, അതിലേക്ക് ഞാൻ ഇടപെടുന്നില്ല. ആ കുഞ്ഞ് ഇവരുടെ തന്നെയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. എനിക്ക് ഈ കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. നിങ്ങൾക്കറിയാം, തെറുത്താത്ത എന്ന് പറഞ്ഞാലേ അറിയത്തുള്ളൂ. അവർക്കാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. ഇപ്പം ഋതപ്പൻ സുധിച്ചേട്ട മകനാണോ എന്നുള്ള ഡൗട്ട് അവർക്കാണ്. ഓക്കെ, ശരി, അത് അവർക്ക് അനുകൂലമായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അതായത് എന്നെ നെഗറ്റീവ് അടിക്കുന്ന കുറച്ച് പേരുണ്ട്. അവർക്കൊക്കെ ഉള്ള ആവശ്യമാണ് അദ്ദേഹം. എനിക്കും അപ്പം അവര് പറയുന്ന ആവശ്യത്തിന് ഞാനും അപ്പൊ സമ്മതിച്ചു കൊടുത്തു. കാരണം അല്ലെങ്കിൽ അവര് പറയുന്ന ആവശ്യത്തിന് ഞാനും അങ്ങ് സമ്മതിച്ചു കൊടുത്തു. അവിടെ ഒരാള് പറഞ്ഞു, ഇത് നിനക്ക് കൊല്ലസുതിയിൽ ഉണ്ടായ കുഞ്ഞു തന്നെയാണോ? DNA ഇട്. അവരുടെ ആവശ്യം ഗ്രാൻഡഡ്. DNA ടെസ്റ്റ് ഒക്കെ ഞാൻ റെഡി. DNA ടെസ്റ്റ് എടുത്തോ എന്നാണ് രേണു പറയുന്നത്. അത് ഒരു പക്ഷെ രേണുവിന്റെ കോൺഫിഡൻസ് ആവാം. അത് അയാളെ കുഞ്ഞു തന്നെ കോൺഫിഡൻസ് ആയിട്ട് പറയുന്നതാവാം. ഓക്കെ, ഏതായാലും സുധിച്ചേട്ടൻ മരിച്ചു പോയല്ലോ. സാധാരണ ഈ ബുദ്ധിയുള്ള ആർക്കും കണ്ടാൽ അറിയാം സുധിച്ചേട്ടന്റെ മോനാണ് ഋതപ്പൻ. പക്ഷെ കാരണം അത് അച്ചടിച്ച് വെച്ചേക്കണം. എന്റെ ഒരു ഷേപ്പും ഇല്ലെന്നാണ് എല്ലാവരും പറയുന്നത്. അവിടെയാണ് മറ്റൊരു സംശയത്തിലേക്ക് ആൾക്കാർ വിരൽ ചൂണ്ടാൻ പോകുന്നത്. അങ്ങനെയൊന്നും നമ്മൾ പറയാൻ പാടില്ല കേട്ടോ. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. നിങ്ങളുടെ രണ്ടുപേരുടെയും എക്സ് ക്രോമസോമുകളും വൈ ക്രോമസോമുകളും കൂടി ചേർന്നിട്ടാണ് ഉണ്ടാവുന്നത്. അപ്പൊ അതിനകത്ത് എന്തൊക്കെയോ ശാസ്ത്രങ്ങളുണ്ട്. അപ്പൊ DNA ടെസ്റ്റ് ചെയ്യണം. ഈ DNA ടെസ്റ്റ് ചെയ്യാനായിട്ട് രേണു സുധി കഴിഞ്ഞ വീഡിയോ തന്നെ വളരെ ഒഫൻസീവ് ആയിട്ടൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൊല്ലസുധിയുടെ കല്ലറ പോയി നീ മാന്തിക്കൊണ്ട് DNA ടെസ്റ്റ് ചെയ്യ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, DNA ടെസ്റ്റ് ചെയ്യുന്നത് വെരി ഹൈലി കോംപ്ലിക്കേറ്റഡ് ടാസ്ക് ആണ്. ഇതിന് കോർട്ട് ഓർഡറും അതിന്റെ ഇതെന്തിന് നമ്മൾ ഇപ്പൊ DNA എടുക്കുന്നു എന്നൊക്കെയുള്ള കുറെ കാര്യങ്ങൾ ചോദ്യം വരും. അപ്പൊ അത് നടക്കാൻ പോകുന്നില്ലെന്ന് രേണുവിന് വളരെ വ്യക്തമായിട്ട് അറിയാം. രണ്ട്, ഈ കൊല്ലസുധിയുടെ DNA ടെസ്റ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് കുഴിമാന്തി വെളിയിലിടണമെന്നൊന്നുമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങളത് പറയാനേ പാടില്ല. അടക്കിയിരിക്കുന്ന മൃതശരീരം എന്ന് പറയുന്നത് നിങ്ങളുടെ ഭർത്താവാണ്. അയാൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ സസ്റ്റെയിൻ ചെയ്തിട്ട് പോകുന്നത്. സോ അങ്ങേറെ ആത്മാവിനോ സൗകര്യം കൊടുക്കുന്നില്ല. അങ്ങേറെ ശരീരം അവിടെങ്ങാനും കിടന്നോട്ടെ, അതിനെങ്കിലും വെറുതെ കിട്ടും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? കൊല്ലസുധി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചീപ്പിലെ മുടി വെച്ചിട്ട് അത് എടുക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ തിരക്കി പിടിച്ചൊക്കെ വന്നപ്പോഴത്തേനും പല ആൾക്കാരും പറയുന്നത് കേട്ടു, കിച്ചുവിന്റെ ഹെയർ വെച്ചിട്ട് ട്രൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കൊല്ലസുധിയുടെ ഫാമിലിയിലുള്ള ആൾക്കാരുടെ ഹെയറോ അവരുടെ ടിഷ്യൂസോ ഒക്കെ കിട്ടിക്കഴിഞ്ഞ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് കേട്ടു. ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഈ ടിഷ്യൂ അല്ല കേട്ടോ, ശരീരത്തിലെ ബോഡിയിലെ ടിഷ്യൂ. കളറും ഷേപ്പും എല്ലാം സുധിച്ചേട്ടന് കിട്ടിയ ഒരു കുട്ടിയാണ് ഋതപ്പൻ. അപ്പം ഇങ്ങനെ എന്താ പറയാ, പ്രായപൂർത്തിയാകാത്ത ഒരു കുഞ്ഞിനെ എന്റെ വീട്ടുകാരെ പറയുന്ന ഓക്കെ ശരി എല്ലാം ഞാൻ അപ്പൊ രേണുവിന്റെ വീട്ടുകാരെയും പറയുന്നത് രേണുവിന് കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. രേണു ഓക്കെ പറഞ്ഞിട്ടുണ്ട്. എന്റെ അടുത്ത വീഡിയോയിൽ ഞാൻ എന്റെ മറുപടി പറഞ്ഞുതരാം. എന്റെ കൂടെയുള്ള എന്റെ മാനേജർ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഇപ്പം ലച്ചുവിനെ പോലും എത്ര പേരെ ഇവര് വൃത്തികെട്ട സ്ത്രീ ആവശ്യമില്ലാത്തൊക്കെ പറയുന്നുണ്ട്. എന്റെ കുടുംബക്കാരെ, എന്റെ ചേച്ചിയെ, ഹസ്ബൻഡിനെ, എന്റെ പപ്പായ, അമ്മ എല്ലാവരെയും പറയുന്നുണ്ട്. അതൊക്കെ പറയും. ഈ പ്രായപൂർത്തിയാകാത്ത ഒരു കുഞ്ഞിനെ വെച്ച് പറയാം. അവന് 5 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ, 6 വയസ്സിലോട്ട് കയറിയതേ ഉള്ളൂ. ആ കുഞ്ഞിനെ വെച്ച് പറയുന്ന ഇവരുടെ മനസ്സൊന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എന്ത് ദുഷ്ടതരമാണ് അവരുടെ മനസ്സ്. അപ്പൊ ഞാൻ ആലോചിച്ചു, എന്തായാലും സൂചിച്ചേട്ടൻ മരിച്ചുപോയി, കലറ പൊളിച്ച് ഇവരുടെ നേതൃത്വം ഇവരാരോടാണോ അനുവാദം മേടിക്കും, കോടതി പോവോ ഒപ്പിട്ട് മേടിക്കും, എന്തുവാകട്ടെ, ഇവര് കല്ലറ പൊളിച്ച് ഇവര് തന്നെ ഇവരുടെ ചെലവിൽ തന്നെ കല്ലറ പൊളിച്ച് ചെലവാണ് അപ്പൊ നമ്മുടെ പ്രശ്നം. സുധിച്ചേട്ടന്റെ കല്ലറ അത് നിങ്ങൾ പൊളിച്ച് പുള്ളിയുടെ ശരീരം പുറത്തെടുക്കുവോ, DNA ടെസ്റ്റ് ചെയ്യുവോ, എന്താന്ന് വെച്ചാൽ കാണിക്ക്. നിങ്ങളുടെ ചെലവിൽ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ തോന്നി അയാളുടെ കല്ലറ പൊളിച്ച് അങ്ങേരുടെ ശരീരം പുറത്തെടുക്കുന്നൊക്കെ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ തോന്നി? ഫസ്റ്റ് ഓഫ് ഓൾ, അത് ഇപ്പോ നമ്മൾ മണ്ണിൽ കിടക്കുമ്പോഴത്തേനും ജീർണിക്കും. അതിന്റെ ഒരു അവസ്ഥ എന്തോന്നും നമുക്ക് അറിയത്തില്ല. അങ്ങനെ ആണെങ്കിൽ പോലും അത് പറയാനുള്ള ഇവരുടെ ഒരു ഇതുണ്ടല്ലോ, കൊല്ലസുധിയോടുള്ള ഇവരുടെ അതികിടിലമായിട്ടുള്ള സ്നേഹത്തെയാണ് നമ്മൾ ഇതിനകത്ത് നിങ്ങൾക്ക് മുമ്പിലേക്ക് എടുത്ത് ചൂണ്ടിക്കാണിച്ചിരുന്നത്. അതൊക്കെ ബാക്കിയേക്കാം. സൂചന റീപോസ്റ്റ്മോർട്ടം ചെയ്ത് കൊച്ചിന്റെ സൂചന DNA ടെസ്റ്റ് ചെയ്ത് ഇവര് തെളിയിക്കട്ടെ. അത് തെളിയിച്ചതിന് ശേഷം ആ സർട്ടിഫിക്കറ്റ് എടുത്ത് രേണുവിന്റെ കൊടുക്കണം. അപ്പൊ രേണു ആ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് പോസിറ്റീവ് ആണെങ്കിൽ അടുത്ത ഇന്റർവ്യൂവിൽ ഇതാണ് എന്റെ കല്യാണ സർട്ടിഫിക്കറ്റ് പോലത്തെ അടുത്ത രേഖ, ഈവൻ അവൻ അയാളുടെ തന്നെയാണ് എന്നും പറഞ്ഞിട്ട് കാണിക്കാൻ വേണ്ടിട്ട് സർട്ടിഫിക്കറ്റ് ഒരു തെളിവിന് വേണ്ടിട്ടാട്ടോ. അത് ഇവര് DNA ടെസ്റ്റ് എടുത്ത് കൊടുക്കണം. ഇതിപ്പോ അവര് പൈസ ഇറക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഷെഫീന ബീവി ഇറക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളായി നിങ്ങളുടെ പാടായി നിങ്ങൾ തോണ്ടുവോ മാന്തുവോ ചെക്ക് ചെയ്യും എന്തെന്നൊക്കെ ചെയ്യും. വെല്ലുവിളിക്കുന്നു. ഇവര് നല്ല തന്തയ്ക്ക് പിറന്നവളാണെങ്കിൽ തെളിയിക്കട്ടെ. ഇവിടെ കാണല്ലോ ഭയങ്കര ആഗ്രഹം, എന്റെ കൊച്ചിന്റെ പിതൃത്വം അന്വേഷിച്ച് അവിടെ തെളിയിക്കട്ടെ. അപ്പോ എത്ര പെട്ടെന്ന് അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാട്ടെ, അത് തെളിയിക്കട്ടെ. അടുത്ത വിവാദങ്ങൾ വേറെ മറ്റു വിവാദങ്ങളൊന്നും കിട്ടാതായപ്പോഴത്തേനും സ്വന്തം മകന്റെ മണ്ടക്കോട്ട് 5 വയസ്സുള്ള മകന്റെ മണ്ടക്കോട്ട് വിവാദത്തെ ഇട്ടിരിക്കുകയാണ്. നമുക്ക് ബാക്കിയേക്കാം. മദ്യപിക്കുമെന്ന് തുറന്നു പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. അതുകൊണ്ടാണോ ചേച്ചീനെ എല്ലാരും വേട്ടയാടുന്നത്? ഒരു പരിധി വരെയാണ്. കാരണം എനിക്ക് മനസ്സിൽ കള്ളമൊന്നും നിൽക്കാത്ത ഒരാളാണ്. എന്റെ അമ്മോ, എന്റെ മനസ്സിൽ കള്ളമൊന്നും നിൽക്കാൻ പാടില്ലെന്ന് 549 രൂപയുടെ ചെരുപ്പിന് മനസാക്ഷി ഇല്ലാതെ 35,000 രൂപ എന്ന് പറഞ്ഞ കള്ളിയല്ലേ നിങ്ങള്?
ഇതുപോലെ നിങ്ങൾ എന്തൊക്കെ കള്ളങ്ങൾ പറഞ്ഞേക്കുന്നത്? നിങ്ങൾ പറയുന്നത് മൊത്തവും കള്ളമാണ്. നിങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും ശരിയുണ്ടോ? എന്നിട്ട് ചുമ്മാ ഒന്നങ്ങ് അടിച്ചു വിടുകയാണ്. എന്റെ മനസ്സിൽ കള്ളങ്ങൾ നിൽക്കില്ല, സത്യം മാത്രം. അതിങ്ങനെ പുറത്ത് ഞാൻ ഇങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കും, സത്യം ഇങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കും. ഡ്രാഗൺ കുഞ്ഞ് തീ തുപ്പുന്ന പോലെയാണ് രേണു ഇങ്ങനെ സത്യം തുപ്പിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം ശരി പറഞ്ഞിട്ടുണ്ടോ? പറയുന്നത് മൊത്തവും കള്ളം. നിങ്ങൾ ഒരു കല്യാണം കഴിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കൊല്ലസുതിയെ, പിന്നെ പറഞ്ഞ് എന്റെ കഴുത്തിൽ താലി കെട്ടിയ ഒരളങ്ങേരാണെന്നുള്ളത്. അതിന് മുമ്പത്തെ കല്യാണം ലൂപ്പ് ഹോളാണ്. ഇതിനകത്തെല്ലാം ലൂപ്പ് ഹോൾ ഇട്ടാണ് പുള്ളിക്കാരി സംസാരിക്കുന്നത്. അതുകൊണ്ട് പുള്ളിക്കാരുടെ മനസ്സിൽ കള്ളം നിൽക്കത്തില്ല. അതുകൊണ്ട് മതിപ്പിക്കാറുണ്ടോ സ്പിർണോ പിടിക്കും, മാജിക് മൊമെന്റ്സ് അടിക്കും, ഫേവറേറ്റ് എന്നൊക്കെ പറഞ്ഞതൊക്കെ കാണിക്കുന്നുണ്ട്. സത്യം ഇതേപോലെ എല്ലാ കാര്യത്തിലും സത്യം പണയണം, അതാണേ ഉള്ളു. മറ്റേ ഇല്ല ബിഗ് ബോസിൽ തന്നെ മറ്റൊരു പെണ്ണുണ്ടായിരുന്നല്ലോ ഹനാൻ, ആ പെണ്ണ് പറഞ്ഞതിനകത്ത് എന്ത് പറ്റി? സത്യം തുപ്പാഞ്ഞ് അന്നേരം തീ അണഞ്ഞു പോയോ? അത് തീ തുപ്പിപ്പോ വെള്ളമാണോ വന്നേ? തോക്കിനകത്ത് ഉണ്ടയില്ലായിരുന്നോ? ആരാണ് മദ്യപിക്കാത്തവരാണ്? വല്ലപ്പോഴും നമ്മളൊക്കെ കോട്ടയംകാരികളാണ്. നമ്മൾ വല്ലപ്പോഴും ക്രിസ്മസ് കോട്ടയംകാരെ മൊത്തത്തിൽ അടിച്ചക്ഷേപിച്ചിരിക്കുകയാണ്. ഇത് കാലാകാലങ്ങളായിട്ട് കോട്ടയംകാരുടെ പടലേക്ക് ഇരിക്കുന്ന ഒരു സാധനമാണ്. കോട്ടയംകാരെല്ലാം അടിക്കൂടെ, കോട്ടയംകാരെല്ലാം മദ്യപാനികളാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. നമ്മൾ ഈ മദ്യത്തിന്റെ കണക്കുകൾ എടുത്ത് നോക്കണം കേട്ടോ, കോട്ടയം എവിടാണ്. ക്രിസ്മസിനൊക്കെ ബിയർ അടിക്കാറുണ്ട്, മദ്യപിക്കാറുണ്ട്. ഞാനിപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ദുബായിലും ബഹറിലും ഒക്കെ പോകുന്ന തന്നെ ഈ ഒരു ബാർ റെസ്റ്റോറന്റ് ഇനോഗ്രേഷനും പ്രമോഷനും ആയിട്ട് ഞാൻ വിചാരിച്ച് അവിടെ ദുബായിലൊക്കെ പോകുന്നത് തന്നെ മദ്യപിക്കാനാണ് പറഞ്ഞു വരുന്നത്. ഒരു ഇതിലാണ് പോകുന്നത്. അപ്പൊ ഞാൻ വല്ലപ്പോഴും കഴിക്കുന്നത് അത് സത്യമാണ്. അതിനെന്താണ് പ്രശ്നം? ഞാൻ ഈ പറയുന്ന ഇവളുമാരുടെ കാശിലല്ലോ കഴിക്കുന്നത്. ഞാൻ വല്ലപ്പോഴും കഴിക്കും. അത് ഇത്ര വലിയ സംഭവമായിട്ടൊന്നും കരുതണ്ട. നമ്മുടെ സർക്കാർ തന്നെയല്ലേ നമുക്ക് ബിവറേജ് തുറന്നേക്കുന്നതും അല്ലെ? നമ്മുടെ സർക്കാർ തന്നെ ഇല്ലയോ നമുക്ക് ബിവറേജ് തുറന്നു വന്നിരിക്കുന്നതാണ്. ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, രേണു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. രേണു ഈ ഇലക്ഷൻ സമയത്ത് വന്നിട്ട് ആര് ജയിക്കും? നമ്മുടെ പാർട്ടി ജയിക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലേക്ക് വന്നത് കേരളത്തിലെ ബാറുകൾ ഞങ്ങൾ അടച്ചു പൂട്ടുമെന്ന് പറഞ്ഞ് വന്നെങ്കിലും പിന്നീട് അത് പോഷക ആഹാരമായി കുടിക്കാം, കള്ളു കുടിക്കാം എന്നുള്ള രീതിയിൽ ഇന്നത് മദ്യത്തെയും പ്രൊവൈഡ് ചെയ്ത് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റൊഴുകുന്ന സംസ്ഥാനങ്ങളിലെ പ്രധാന ഒരു ഇതിലേക്ക് നമ്മളെ എത്തിച്ചു. അതുകൊണ്ടാണ് അവര് നമ്മുടെ ഗവൺമെന്റ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ടാണ് രേണു ഈ പാർട്ടിനെ അതിഭീകരമായി സപ്പോർട്ട് ചെയ്യുന്നത്. രണ്ടാമത്തത്, മദ്യപിക്കുന്ന ഒരിക്കലും ഒരു തെറ്റല്ല. സ്ത്രീകൾക്ക് മദ്യപിക്കാം, പുരുഷന്മാർക്ക് മദ്യപിക്കാം, ആർക്ക് വേണമെങ്കിലും മദ്യപിക്കാം. അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, അവരുടെ ശരീരം കളയാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് മദ്യപിക്കാം. പക്ഷെ ഈ മദ്യപിക്കുമ്പോൾ നമ്മൾ കാലകാലങ്ങളിലേക്ക് പറയുന്ന സാധനമുണ്ട്, അടിച്ചാ വയറ്റി കിടക്കണം, അല്ലെങ്കിലാണ് പ്രശ്നം ഉണ്ടാകുന്നത്. പിന്നെ നാട് മൊത്തം നടന്ന് ഞാൻ കുടിക്കും കേട്ടോ, ഞാൻ കുടിക്കും മാജിക് മൊമെന്റ്സ് എന്ന് പറഞ്ഞ് നടക്കുമ്പോഴത്തേനും നിങ്ങൾ ഒരു കള്ള് കുടിച്ചായിട്ട് നാട്ടുകാർ മുദ്ര കുത്തും. അതുകൊണ്ടാണ് ഇത്തരമുള്ള അലിഗേഷൻ ഒക്കെ നിങ്ങൾക്ക് വന്നത്. നിങ്ങൾ വെള്ളം അടിച്ച് പ്രശ്നം ഉണ്ടാക്കി എന്ന് പറയുമ്പോഴത്തേനും നിങ്ങൾ തന്നെ പലയിടത്തായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ മദ്യപിക്കുന്ന ഒരാളാണ് എന്നുള്ളത്. മദ്യപിക്കുന്ന ഏതാ? മാജിക് മൊമെന്റ്സ് ഞാൻ കുടിക്കത്തുള്ളൂ, സ്മിർനോഫ് മാത്രമേ കുടിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ തന്നെയാണ് അത് പരത്തി വിട്ടത്. എന്നിട്ട് പിന്നെ അതിനെ കുറ്റം മനസ്സിലായില്ല. പിന്നെ നാട്ടുകാർ മൊത്തം മദ്യപിക്കുന്ന പറഞ്ഞ് ഞാനൊന്നും മദ്യപിക്കുന്ന ഒരാളൊന്നും അല്ല കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ അടച്ചാക്ഷേപിക്കാൻ പാടില്ല. മനസ്സിലായോ രേണുവിന്? രേണു അപ്പൊ ബാക്കി പറ. രേണു അപ്പോ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ മദ്യനയങ്ങൾ മൂലം സപ്പോർട്ടും ചെയ്യുന്നുണ്ടെന്നുള്ളത് വ്യക്തമാക്കി. അപ്പോ ഇതാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ മദ്യം ഒരുപാട് ഒഴിക്കാനുള്ള പ്രശ്നം. സോ നിങ്ങൾ മദ്യത്തെ കൺട്രോൾ ചെയ്യാനുള്ള എന്തെങ്കിലും പരിപാടികളൊക്കെ എടുത്തു കേട്ടോ. നിങ്ങൾ തന്നെ ജയിക്കുന്നെങ്കിലും മറ്റാരെങ്കിലും ജയിക്കുന്നെങ്കിലും അത് നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ ആരുടെ കടം മേടിച്ച് കഴിക്കാതിരുന്നാൽ മതി. നമ്മുടെ സ്വന്തം കാശിൽ നമ്മൾ കഴിക്കുക. അതിനകത്ത് ഇത്ര വലിയ സംഭവമൊന്നുമില്ല. സ്വന്തം കാശ് കഴിക്കാം, അതിനകത്ത് ഇത്ര വലിയ സംഭവമൊന്നുമില്ല. മനസ്സിലായോ? നിങ്ങൾക്ക് കാര്യങ്ങൾ പിടിയിട്ടില്ലോ. രേണുവിനെ വെളുപ്പിക്കൽ ബാക്കി കൂടെ കേൾക്കാം. മീഡിയ എങ്ങനെയാണ് ചേച്ചിയുടെ ഓരോ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ അറിയുന്നത്? അതാണ് എനിക്ക് അറിയേണ്ടത്. ഈ സോഷ്യൽ മീഡിയ എങ്ങനെ രേണു അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, മറ്റേടത്തുണ്ട്, മറിച്ചിടത്തുണ്ട്, രേണു അവിടെ ടോയ്ലറ്റിൽ പോയിരിക്കുകയാണ്, രേണു അവിടുന്ന് ഫ്രൂട്ട്സ് ഒക്കെ തിന്നുവാണ്, രേണു അവന് വേണ്ടിയിട്ട് ആൽബം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, രേണു ഇപ്പൊ വീട്ടിലില്ല, രേണുവിന്റെ വീടിന്റെ മുമ്പിൽ വേനൽക്കാലത്ത് ചോർച്ചയാണെന്നൊക്കെയുള്ള വിഷയങ്ങൾ എങ്ങനെ സോഷ്യൽ മീഡിയകൾ അറിയുന്നു എന്നുള്ളതാണ് ചോദ്യം. ഇത് എനിക്ക് കാലാകാലങ്ങളായിട്ടുള്ള സംശയമാണ്. അപ്പൊ എനിക്കറിയാവുന്ന ഒരാളോട് തിരക്കിയപ്പോ പറഞ്ഞ് പുള്ളിക്കാരി വിളിച്ചിട്ട് പറയും, ഡേ ഇന്ന് അവിടെ സാധനം ഉണ്ട്, നമ്മളൊന്ന് അവിടെ ഉണ്ട്, നിങ്ങൾ അങ്ങോട്ട് വാന്ന് പറഞ്ഞ് പുള്ളിക്കാരി വിളിച്ച് പറയുന്നതാണ് ഞാൻ പേഴ്സണലി അറിഞ്ഞത്. എന്റെ വ്യക്തിപരമായിട്ടുള്ള അറിവാണ്, എനിക്കറിയത്തില്ല. അത് രേണു എന്ന് സത്യസന്ധമായിട്ടുള്ള രേണു പറയട്ടെ. എന്താ പറയാ, അതിപ്പം പറയുകയാണെങ്കിൽ മറ്റേ പത്താഴത്തിൽ നെല്ലുണ്ടെങ്കിൽ എവിടെ നിന്നാലും മഞ്ഞേലികൾ ഓടി വരുമെന്ന് കേട്ടിട്ടുണ്ടോ? രേണു ആണോ നെല്ല്? പത്തായം അതിന് നെല്ല്. അങ്ങനെ നെല്ല് തപ്പിപ്പോവാനാണ് ഇവന്മാര് നല്ല നെല്ല് തപ്പിപ്പോ. ഇതൊരു പറച്ചിലത്. ആ ഒരു പഴഞ്ചൊല്ലാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഞാനിത് തമാശ രീതി പറഞ്ഞാണ്. എന്റെ സുഹൃത്തുക്കളാണ് എല്ലാവരും, ഓൺലൈൻ മീഡിയാസ് എല്ലാവരും, ഒട്ടുമിക്ക ആൾക്കാരും, ഒട്ടുമിക്ക ആൾക്കാരും എന്തായാലും നമ്മൾ പോസ്റ്റ് ഇടാറുണ്ട്, കൊളാബ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഇനോഗ്രേഷൻ ആണ് പോസ്റ്റ് ഇടാറുണ്ട്. അതിനകത്ത് അവരുടെ നമ്പർ ഉണ്ട്. ഏതാ ഇപ്പൊ ഏത് ഷോപ്പാണ് അതിന്റെ ഉടമയുടെ നമ്പർ ഉണ്ട്. അപ്പൊ ഇവർക്ക് എന്തായാലും ഈ ഓൺലൈൻ മീഡിയാസ് അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ വരും. പിന്നെ ആൽബങ്ങള് അപ്പോ ഇവര് എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ കൊളാബ് ഇടും. അപ്പൊ അതിനകത്ത് ഈ ഓണർമാരുടെ മൊബൈൽ നമ്പറാണ്. ഓണർമാരെ വിളിച്ചിട്ട് ഹലോ ഞാൻ ഇന്ന ചാനലാണ്, ഞാൻ നിങ്ങളുടെ ഇനോഗ്രേഷന് രേണുവിന്റെ ഫോട്ടോ എടുക്കാൻ വന്നിട്ട് പിന്നെന്താ മോനെ വന്നു, ഓക്കെ ശരി താങ്ക് യു എന്ന് വിളിച്ചു ചോദിക്കുന്നതാണ് പറയുന്നത്. പക്ഷേ
ഇയാളുടെ ഇപ്പൊ കഴിഞ്ഞ വിപിൻ ലാലിന്റെ ആൽബം, ഇപ്പൊ പ്രശ്നം നടക്കുന്ന ആൽബത്തിൽ അദ്ദേഹം പറയുന്നത് പ്രൂഫ് സഹിതം നമ്മൾ നേരത്തെ വീഡിയോയിൽ വെച്ചിട്ടുണ്ടെന്ന് വീണ്ടും ഞാൻ എടുത്ത് കൂടി ചാമ്പുന്നില്ല. അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു ഈ രേണു ആണ് നമ്പേഴ്സ് ഇട്ട് കൊടുത്തത്, ഇന്ന ആൾക്കാർ വിളിക്കുക, അനൂപോ അമലോ ഏവനോ ഒരുത്തൻ അവനെ പ്രത്യേകം വിളിക്കണമെന്നൊക്കെ പറഞ്ഞ് രേണുവിനെ വിളിപ്പിച്ചത്. അതൊന്നും തെറ്റാന്ന് പറയാൻ പറ്റത്തില്ല. അതൊരു തരം PR വർക്കാണ്. ആ PR വർക്കിലാണ് ഇവിടെ പല ആൾക്കാരും ഇന്ന് ഇൻഡസ്ട്രിയിൽ നിന്ന് ഔട്ട് ആകാതെ പിടിച്ചു നിൽക്കുന്നത്. അതൊന്നും യാതൊരു പ്രശ്നമില്ല. പക്ഷെ ഈ അവന്മാർ ചോദിക്കുന്ന അപരാധ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ പിടിച്ച് ഉരയ്ക്കാൻ തോന്നുന്നു. അത് മാത്രമേ ഉള്ളൂ പ്രശ്നം, വേറെ കുഴപ്പമൊന്നും. ഈ ഓൺലൈൻ മീഡിയാസ് വരുന്നത് രേണുസുതി വിളിച്ചു വരുത്തുന്നല്ല, ഇതിന്റെ ഡയറക്ടേഴ്സ് അവരുമായിട്ട് നേരെ കോൺടാക്ട് ചെയ്യും. ഈ ഒരു കേസിൽ എനിക്കും പറയാനുള്ളത്, ഞാൻ എന്റെ 2-3 വർക്കിന്റെ ഡയറക്ടറാണ് ഞാൻ. അപ്പം എന്റെ വർക്കിനകത്ത് സോഷ്യൽ മീഡിയനെ വിളിച്ചു വരുത്തിയത്, അതായത് ചേച്ചിനെ ബേസ് ചെയ്ത് പോകുന്ന ഓൺലൈൻ മീഡിയാസ് ആണ് അവര്. അപ്പൊ സ്വാഭാവികം ചേച്ചിയുടെ ഒരു വർക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി വരും. ചേച്ചിയുടെ ഒരു വർക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി വരും. ഈ പറയുന്ന നേരം RJ ലച്ചു, ഈ RJ ലച്ചു കുറച്ച് നാളുകൾക്ക് മുമ്പേ ഈ കള്ളിപ്പെണ്ണും കള്ളൂപ്പിയോ അങ്ങനെ കൊണ്ട് ഒരു ആൽബം എടുത്ത സമയത്ത് അവിടെ കിടന്ന് ഇവര് ഒരുപാട് റീൽസ് എടുത്തു. കുട്ടനെട്ടും കയ്യല്ലില്ലേ കൊച്ചു വെള്ളം തുഴയുമ്പോ പാട്ടൊന്ന് പാടുതിക്കൊക്കെ കറുമ്പി, ആ പാട്ട് റീൽ എടുത്തായിരുന്നു. ആ സമയത്ത് ഈ RJ ലച്ചു പറയുന്നുണ്ടായിരുന്നു അതൊന്നും എനിക്കറിയത്തില്ല, ഇതിന്റെ ഇടയ്ക്ക് ഇവര് തന്നെ റീലായിട്ട് എടുക്കുന്നതാണ്, പോസ്റ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. സോ ഇതിനകത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ രേണുവിനെ വിളിക്കുന്ന ആൾക്കാരുടെ ആ ഒരു സെറ്റില് ഡയറക്ടറിന് പാട്ട് വിലയാണ്, പുല്ല് വിലയാണ്. രേണുവിന് റീൽ എടുക്കേണ്ടപ്പോ രേണു റീൽ എടുക്കും, രേണുവിന് തലകുത്തി പറയേണ്ടപ്പോ രേണു തലകുത്തി പറയും, രേണുവിന് സൗകര്യമുള്ളപ്പോൾ ഷൂട്ട് ചെയ്ത്. മനസ്സിലായോ? അപ്പൊ ഈ ആദ്യം വെച്ച് പറയുന്നുണ്ടായിരുന്നു ആ റീലുകളൊക്കെ അവരവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം എടുത്താണെന്ന് പറയുന്നുണ്ടായിരുന്നു. അതിന്റെ പേരിലാണ് ദേവുണ്ട് കേസൊക്കെ കൊടുത്ത് പണിയായത്. അവരെല്ലാം സെലിബ്രിറ്റികളുടെ കാര്യങ്ങളും എടുക്കുന്ന ആൾക്കാരാണ്. അപ്പം നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ അവർക്ക് നമുക്ക് ഓക്കെ ആണെങ്കിൽ നമ്മൾ ലൊക്കേഷൻ കൊടുക്കും. ഡയറക്ടറുടെ സമ്മതപ്രകാരമാണോ സോഷ്യൽ മീഡിയ അവിടെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ. പക്ഷേങ്കിൽ അവര് പൈസ ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ അന്ന് പറഞ്ഞത്. എടുക്കുന്ന കാര്യങ്ങൾ അത് അവരുടെ ഇഷ്ടമാണ്. അത് സെലിബ്രിറ്റികളുടെ അവരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ ഇഷ്ടമാണ്. അതിൽ ഡയറക്ടർക്ക് ഇതില്ല. പക്ഷെ അതിന് ഈ മീഡിയക്കാരെ വിളിക്കുന്നതിന് പ്രൊമോഷന് വേണ്ടിയിട്ടാണ്. പ്രമോഷന് വേണ്ടി ഈ അതിനകത്ത് ഡയറക്ടർ ഒരു റോളില്ലെന്ന് പറയുമ്പോൾ ഡയറക്ടറുടെ കഴിവില്ലായ്മയാണ് അത് പറയുന്നത്. ഇപ്പൊ ജിത്തു ജോസഫ് ഒരു പടം ഷൂട്ട് ചെയ്യുമ്പോഴത്തേനും കുറെ ഓൺലൈൻ മീഡിയ വിളിച്ചിട്ട് അവന്മാർ അത് മൊത്തം ഷൂട്ട് ചെയ്ത് പുറത്തിട്ട് കഴിഞ്ഞ് എങ്ങനെ ഇടും? സോ ആ പടത്തിലെ ഭാഗങ്ങൾ പുറത്ത് പോകരുതെന്ന് അവർ ഡിസൈഡ് ചെയ്ത് ചെയ്യുന്ന സാധനങ്ങളാണ് അതെല്ലാം. അപ്പൊ അതൊക്കെ അവരുടെ ഒരു കഴിവ് പോലെ ഇരിക്കും. ഇപ്പൊ ഈ വിപിൻ ലാൽ ആയാലും അയാൾക്ക് താല്പര്യമില്ലാതെ ഓൺലൈൻ മീഡിയ അവിടെ വന്ന് നിന്ന് ഷൂട്ട് ചെയ്ത് അയാൾക്ക് മുമ്പ് ഈ വിഷ്വൽസ് എല്ലാം പുറത്തായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആ ഡയറക്ടറുടെ കഴിവുകളായിട്ട് തന്നെ കണക്കാക്കപ്പെടും. രേണു ചേച്ചിനെ തള്ളി പറഞ്ഞാൽ ഒരു സമയത്ത് രേണു ചേച്ചിയുടെ റിയാക്ഷൻ എന്തായിരിക്കും? എന്താ പറയാ, നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും എന്താ പറയാ, ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട് ചില മാതാപിതാക്കളെ വൃദ്ധസദനത്തിലാക്കുന്നു, മാതാപിതാക്കളെ തള്ളിക്കളയുന്ന സമൂഹം, അതുപോലെ മക്കളെ തള്ളിക്കളയുന്ന മാതാപിതാക്കൾ, ഇതൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് കാണുന്നതാണ്, നമ്മുടെ വാർത്തകളിലാണ് എവിടെയാണ് കാണുന്നത്. ഇപ്പം പിച്ചുവിന്റെ സ്ഥാനത്ത് ഇപ്പൊ വൃദ്ധപ്പനാണെങ്കിൽ പോലും വലുതാമത്തിന് അമ്മയെ ഇപ്പൊ എന്നെ തള്ളി പറഞ്ഞാൽ ഞാൻ അവന്റെ വഴിക്ക് വിടത്തേ ഉള്ളൂ. ഞാൻ പറയും നല്ല അമ്മ, അടിപൊളി അമ്മ, സൂപ്പർ അമ്മ. അമ്മമാരെ ഇങ്ങനെ വേണം. എന്റെ മോൻ വളർന്നു വന്നിട്ട് എന്നെ തള്ളി പറഞ്ഞാൽ ഞാൻ അവനെ അവന്റെ വഴിക്കും വിടും. അവനെ പറഞ്ഞു തിരുത്തുക, അവനെ നേർവഴിക്ക് നയിക്കുക, അതൊന്നുമില്ല. ഇതിനെയാണ് നമ്മൾ വളർത്തുദോഷം എന്ന് അഭിസംബോധന ചെയ്യുന്നത്. അങ്ങനെയല്ല, അവൻ വഴിതെറ്റി പോകുമ്പോ, അവൻ വഴിപിഴച്ചു പോകുമ്പോ അവനെ നേർവഴിക്ക് നടത്തുക എന്നൊരു സാധനം കൂടെ രേണുവിനുണ്ട്. രേണു പറയുന്നത് എന്താ, വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള മോഡേൺ ചിന്താഗതിയാണ് രേണു പറയുന്നത്. അവന്റെ വ്യക്തിത്വം, എനിക്ക് എന്റെ വ്യക്തിത്വം. അവൻ പിഴച്ചു പോകുന്നോ നേരെ പോകുന്നു അതൊക്കെ അവന്റെ കാര്യം, ഞാൻ പിഴച്ചു പോകുന്നോ നേരെ പോകുന്നു ഒക്കെ ഉള്ളത് എന്റെ കാര്യം. ഇങ്ങനെയാണ് പറയുന്നത്. നല്ല അമ്മമാരെ ഇങ്ങനെ വേണം. എന്തായാലും ശല്യം ചെയ്യാൻ പോകില്ല. കിച്ചു ആണെങ്കിൽ പോലും എന്നെ തള്ളിക്കളഞ്ഞെങ്കിൽ ബൈ. എന്തിനാ നമ്മൾ കിച്ചാണ് എന്നെ തള്ളിക്കളഞ്ഞപ്പോ ബൈഡ കിച്ചു, എന്നെ തള്ളിക്കളഞ്ഞല്ലോ, പട കിച്ചു, നീ എന്ത് മോൻ പോടാ, അത്രേ ഉള്ളൂ അവർക്ക്. അവര് തമ്മിലുള്ള അമ്മ മകൻ ബോണ്ട് അത്രയേ ഉള്ളൂ. ഇതൊന്നും മനസ്സിലാക്കുക. 2 പിഞ്ച് കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു അമ്മ വരുന്ന കഷ്ടപ്പെടുന്ന എന്നൊന്നും പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ തൊലിഞ്ഞ കമന്റ് എനിക്ക് ഇട്ടേക്കില്ല കേട്ടോ. ഇപ്പൊ 22 വയസ്സുള്ള യുവാവാണ് ആ കുട്ടി. ആ കുട്ടീനെ പോയി നമ്മൾ തള്ളിക്കളയേണ്ട കാര്യം, നമ്മൾ പുറകെ ചെന്ന് ശല്യം ചെയ്യേണ്ട കാര്യമില്ല. എന്നെ ഇട്ടിട്ട് പോയാ ബൈ പറഞ്ഞു ഞാനും അങ്ങനെ ഒരു അല്ലാതെ ഞാൻ പുറകെ പോയി ശല്യം ഒന്നും ചെയ്യത്തില്ല. ഓക്കെ, അങ്ങനെ സംഭവിച്ചാലും രേണു ചേച്ചിയിലുള്ള അമ്മ എന്ന സ്നേഹം കിച്ചുവിനോട് മോൻ തെറ്റായ വഴിക്ക് പോയി കഴിഞ്ഞാൽ ബൈ, നീ നിന്റെ വഴിക്ക് പൊക്കടാ, അതാണ് അമ്മയുടെ വാത്സല്യം. അപ്പൊ ഇവർക്ക് ആർജലച്ചിന് മനസ്സിലായി പണി പാളി. അപ്പൊ അമ്മയുടെ സ്നേഹം, വാത്സല്യം, ഒരിറ്റു സ്നേഹത്തിന് വേണ്ടി നടക്കുന്ന മകന്റെ ഒരു ഹൃദയം. അപ്പൊ ആർജലച്ചു അടുത്ത ചോദ്യം ചോദിച്ചു, പക്ഷെ അമ്മയുടെ സ്നേഹം നിലനിൽക്കൂലേ? പിന്നെന്ത്, അമ്മയുടെ സ്നേഹം ഭയങ്കരമായിട്ട് നിലനിൽക്കും. പക്ഷെ അവൻ വഴിവഴിച്ച് പോയി കഴിഞ്ഞാൽ അവനെ ആ വഴിക്ക് പൊക്കോളം പറയും, ഞാൻ എന്റെ വഴിക്ക് പോകും. അതാണ് അമ്മയുടെ സ്നേഹം. ഞങ്ങൾ വളരെ പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്ന ഒരു ഫാമിലിയാണ്. അതിന്റെ തന്നെയാണ് ഇപ്പൊ രേണുവിന് സംഭവിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. രേണുവിന്റെ അച്ഛനോട് അമ്മ സ്നേഹം ഇല്ലാതാവോ? ഒരിക്കലും ഇല്ലാതാവത്തില്ല. ആ മാതൃ അന്ന് ആദ്യമായിട്ട് എന്നെ അമ്മ എന്ന് വിളിച്ചു വേണം. ആ ഒരു സ്നേഹം എന്നും
ആ ഒരു സ്നേഹം എന്നും ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇതിന് ശേഷം രേണു കുറെ ഡയലോഗൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. രണ്ട് മറ്റേ പിള്ളേരെ നോക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ ഉള്ള സാധനമൊക്കെ രേണു പറയുന്നുണ്ട്. ആ സെന്റിമെന്റ്സ് ഒന്നും ഇനിയും കിടന്ന് ചാമ്പ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പൊ ഇതൊക്കെയാണ് രേണുവിന്റെ വെളുപ്പിക്കൽ പ്രസ്ഥാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ലതാണ്. ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇട്ടായിരുന്നു. പക്ഷെ ഇതിനകത്ത് രേണുവിന്റെ സൈഡിൽ കുറച്ച് ശരികൾ ഉള്ളതുപോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ രേണുവിന്റെ ഭാഗത്തുകൂടെ തെറ്റുകളുണ്ട്, ഇല്ല ഡയറക്ടറിന്റെ ഭാഗത്തുകൂടെ തെറ്റുകളുണ്ട്, ശരികളും. ഈ വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകളെ രേഖപ്പെടുത്തൂ. മറ്റൊരു വീഡിയോയും ഉടനെ വരാം.